ആട് 3 സിനിമ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ വളരെ മനോഹരമായ രീതിയിലാണ് മിഥുൻ മാനുവേൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആട് 1 എന്ന സിനിമ വളരെയധികം മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ആൾക്കാരെ ത്രസിപ്പിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കഥാ മീനിങ് അന്ന് ആൾക്കാർക്ക് മനസ്സിലാകാതിരുന്നത് കൊണ്ട് തന്നെ ആ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻട്രോ കൊടുത്തിരിക്കുന്ന ലെവൽ ഇപ്പോഴും ആൾക്കാർ എടുത്തെടുത്ത് കാണുകയും അത് പിന്നീട് ഒരു കൾട്ടായിട്ട് OTTയിലും മറ്റ് സാറ്റലൈറ്റിലും വലിയ വിജയമായി തീർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ രണ്ടാം ഭാഗത്തിലേക്ക് വന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഓരോ വ്യക്തികൾക്കും, അതിൽ നായകൻ എന്നുള്ളതല്ല, ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ആ മികച്ച മാനറിസങ്ങൾ, ആ ലെവലിൻ്റെ, ആ ഡയറക്ഷൻ ലെവലിൽ സംവിധായകൻ അവരെ അഭിനയിപ്പിക്കുക, ആ സ്ലോ മോഷൻ ലെവല് ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ വ്യക്തികൾക്കും കൊടുത്തിരിക്കുന്ന അവസ്ഥ കൊണ്ടാണ് ആട് 1 പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടതെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ ലെവലൊന്നും ആട് 2ലേക്ക് വന്നില്ല. പക്ഷേ ആട് 2 എന്ന സിനിമ വളരെയധികം വിജയമായി. പിന്നീട് ആട് 3 എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കോരിത്തരിപ്പിക്കുന്ന ചിരിക്കുന്ന എന്നുള്ള മുഹൂർത്തങ്ങൾ ആട് 1ൻ്റെ കൂട്ടൊന്നും ഇല്ല എങ്കിലും പക്ഷേ ഈ സിനിമ കണ്ടിരിക്കാവുന്ന ഒരു ലെവൽ തന്നെയാണ്. സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂർ നീണ്ടുപോയിരിക്കുന്നത് ഒരു ന്യൂനതയായിട്ട് വരാം. പലതും കട്ട് ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ ഒന്നുകൂടി മികച്ചതാക്കാമായിരുന്നു. പക്ഷേ വളരെയധികം വലിയ സിനിമ എന്നൊന്നും ഇതിനെ പറയാനായിട്ട് സാധിക്കില്ല. വലിയ സിനിമ എന്നുള്ള രീതിയിൽ, ബഡ്ജറ്റ് എന്ന രീതിയിൽ വലിയ സിനിമ തന്നെയാണ്. പക്ഷേ ആ ഒരു സംവിധായകൻ ഉദ്ദേശിച്ച ലെവലിലേക്കൊന്നും പ്രേക്ഷകരെ എത്തിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. പക്ഷേ ആദ്യ ഭാഗത്തിലെ ഇൻട്രോ പോലെ തന്നിരിക്കുന്ന അവസ്ഥ കുറച്ചുകൂടി ഏറ്റവും മികച്ച രീതിയിലാക്കിയിരുന്നെങ്കിൽ ഇത് ഏറ്റവും വലിയ ഒരു സിനിമയായിട്ട് മാറേണ്ട സിനിമയാണ്. പക്ഷേ അതിൻ്റെ കഥാഗതിയിൽ അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങൾക്ക് മികച്ച രീതിയിൽ, അല്ലെങ്കിൽ ഈ സിനിമ കാണുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇവരുടെ മണ്ടത്തരങ്ങളും അതിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അവസ്ഥകളുമാണ് പ്രേക്ഷകർ കാണുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അത് കൂടുതലായിട്ട് അവരിലേക്ക് കിട്ടാനായിട്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ന്യൂനത. അല്ലാതെ ആ സിനിമ മുഴുവനായിട്ട് കണ്ടിരിക്കാൻ പാകത്തിലല്ല എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. കണ്ടിരിക്കാവുന്നതും മികച്ച ഒരു അനുഭവ ലെവലിലേക്ക് ഫാസ്റ്റ്, പ്രസൻ്റ് ഒക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഈ സിനിമ നീങ്ങിയിരിക്കുന്നത് ഈ സിനിമയെക്കുറിച്ച്, ആട് 3 എന്ന സിനിമയെക്കുറിച്ച് എടുത്തു പറയാം. പ്രത്യേകിച്ച് ആദ്യത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ പാർട്ടിൻ്റെയും പ്രധാന നട്ടൽ എന്ന് പറയുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ്. നായകന്മാർക്ക് മാത്രമല്ല ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്ന മികച്ച BGM. ചുരുക്കത്തിൽ ബോറടിപ്പിക്കാതെ ചെറിയ ചെറിയ തമാശകളും ഇവരുടെ രീതികളും കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ആട് 3.